സമസ്ത വാഫി കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ അഡ്രസ്സിനെ മാറ്റിവെക്കാൻ ഒരിക്കലും തന്നെ വാഫികൾക്ക് സാധ്യമല്ല എന്നുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഉണർത്തട്ടെ. വാഫികളാകുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും സമസ്ത എന്ന നാമകരണത്തെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് ഇന്നലകളിലും തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സമസ്ത വാഫി കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ അഡ്രസ്സിൻ്റെ ഉള്ളിൽ നിൽക്കൽ ഞങ്ങൾക്ക് അനിവാര്യമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ മറ്റൊന്നിലേക്ക് നീങ്ങുന്നില്ല, എൻ്റെ അനുഭവത്തിലൂടെ മാത്രം ഞങ്ങൾ സമസ്തയുടെ മക്കളാണ് എന്ന് ഉണർത്തുകയാണ്. ഈ സംവിധാനത്തിലേക്ക് ഞങ്ങളൊക്കെ കയറി വരാനുണ്ടായ സാഹചര്യം ഇത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിച്ചിട്ടുള്ള, ആശീർവദിച്ചിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ സംവിധാനമാണ് എന്നുള്ള വ്യക്തമായ ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ വന്യരായ ഉസ്താദുമാരെ ഞങ്ങളെ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ളത്. മാത്രവുമല്ല, ഞങ്ങളെ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ ഞങ്ങളുടെ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് എനിക്ക് പറയാം, എൻ്റെ പിതാവ് ഇതുവരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസ സംവിധാനത്തിൻ്റെ ഒരു ഉപരിപഠനം എന്ന രീതിയിലേക്കാണ് ഈ സ്ഥാപനത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ളത് എന്ന് മാത്രമല്ല, എൻ്റെ പ്രിയ ജ്യേഷ്ഠനും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളും എനിക്കിതിലേക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയുടെ ആശീർവാദത്തോടെ, അനുഗ്രഹത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരിക്കലും തന്നെ സമസ്തയെ മാറ്റിവെക്കാൻ സാധ്യമല്ല. സമസ്തയുടെ മക്കളാണ് ഞങ്ങൾ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ളൊരു വിദ്യാഭ്യാസ സംവിധാനത്തിലേക്കാണ് ഞങ്ങളുടെ വന്യരായ ഉസ്താദുമാരെ ഞങ്ങളെ കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമസ്ത മാറ്റിവെക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല, നോക്കൂ നിങ്ങൾ, ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുകയല്ല, മറിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ സംവിധാനത്തിലേക്ക് ഒരുപാട് മക്കളെ കൊണ്ടുവന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമാകുന്ന SKSSF-ന്റെ ക്ലസ്റ്ററിലും അതുപോലെ തന്നെ ശാഖാതലങ്ങളിലും ഒരുമിച്ചിരുന്നു കൊണ്ട് കൃത്യമായ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സംവിധാനത്തിലേക്ക് മക്കളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് സമസ്തയുടെ സ്ഥാപനമാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിലൊക്കെ ഉപരി ഞങ്ങൾ പറയട്ടെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലാണ് ഈ സ്ഥാപനം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോയിട്ടുള്ളത് എന്നതിന് ഞങ്ങളൊരു ഉദാഹരണ രീതിയിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ. ഞങ്ങൾ ഈ സംവിധാനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് ഒരുപാട്. ഈ സംവിധാനത്തിലേക്ക് മക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. SSLC പരീക്ഷ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ SSLC പരീക്ഷ കഴിയുന്ന സമയത്ത് 2 മാസത്തിന് നീണ്ട 2 ആഴ്ച കാലത്തോളം ഞങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് SSLC പഠനത്തിന് ശേഷം അവർ തുടർന്നു കൊണ്ടിരിക്കുന്ന മദ്രസ വിദ്യാഭ്യാസത്തിന് യാതൊരുവിധ പോറലുമേൽക്കാത്ത വിധത്തില് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം എന്താണോ ആ ആദർശത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഉപരിപഠനത്തിനുള്ള സൗകര്യം എന്ന രീതിയിൽ ഞങ്ങൾ തുടർച്ചയായ രീതിയിൽ പ്രബോധനം നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വാഫിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഓർബിറ്റ് മീറ്റുകൾ കൂടിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ക്ലസ്റ്റർ തലങ്ങളിൽ ഒരുപാട് ആളുകളെ ചേർത്ത് വെച്ചിട്ടുണ്ട്. മക്കളെ ചേർത്ത് പിടിച്ച് കൃത്യമായ ക്യാമ്പയിനുകൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സമസ്തയുടെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലാണ് ഈ സംവിധാനം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശീർവാദ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കൃത്യമായ ധാരണയോട് കൂടിയിട്ടാണ് ഞങ്ങൾ കൃത്യമായി രക്ഷിതാക്കൾക്ക് ക്യാൻവാസ് നടത്തിയിട്ടുണ്ട്. അവരോട് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മതവിദ്യാഭ്യാസത്തിന്റെ ഒരു ഉപരിപഠനം എന്ന രീതിയിലാണ് ഈ വാഫി സംവിധാനത്തിലേക്ക് നിങ്ങളുടെ മക്കളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അതിലേറെ നിങ്ങൾ നോക്ക്, ഒട്ടനവധി ബിരുദധാരികളായിട്ടുള്ള അല്ലെങ്കിൽ ബിരുദ കോഴ്സുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇത്രമാത്രം ഒരു സിസ്റ്റമാറ്റിക് സംവിധാനത്തോട് കൂടിയിട്ട് കൃത്യമായ ഒരു സംവിധാനത്തെ പരിചയപ്പെടുത്തിയത് വാഫി അല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഒട്ടനവധി മേഖലകൾ ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ശാഖാതലങ്ങളും
അതുപോലെ തന്നെ ക്ലസ്റ്റർ തലങ്ങളിലും അതിലൊക്കെ ഉപരി ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപനങ്ങള് കൃത്യമായി ഞങ്ങൾക്ക് അതിനു വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേദിയൊരുക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. അതിലേറെ ഞങ്ങൾ ഉണർത്തട്ടെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള മഹല്ലുകളിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ജുമുഅയുടെ മുമ്പുള്ള പ്രസംഗങ്ങൾക്ക് കൃത്യമായി വാഫിയെ പരിചയപ്പെടുത്താനുള്ള സൗകര്യം അവിടെയുള്ള ഖത്തീബുമാർ ഒരുക്കി തന്നിട്ടുണ്ട്. അവിടെയുള്ള മഹല്ല് കമ്മിറ്റികൾ ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതൊക്കെ ഇത് സമസ്തയുടെ സംവിധാനമാണ് എന്നുള്ളത് കൊണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിച്ച സ്ഥാപനമാണ് എന്നുള്ളത് കൊണ്ടായിരുന്നു. അംഗീകരിച്ച പാഠ്യപദ്ധതിയാണ് എന്നുള്ള കൃത്യമായൊരു ബോധത്തോടു കൂടി കൊണ്ടായിരുന്നു. ആ രീതിയിലാണ് ഞങ്ങൾ ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് കൃത്യമായിട്ട് പറയാനറിയും. ഞാൻ ഒരുപാട് ദിവസങ്ങളിൽ, ഒരുപാട് ആഴ്ചകളിൽ ജുമുഅക്ക് മുമ്പുള്ള പ്രസംഗങ്ങളിൽ വിവിധ മഹല്ലുകളിലായിട്ട് ഇരിങ്ങാട്ടിൽ സുബുൽ റഷാദ് ഇസ്ലാമിക് ആർട്സ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ പ്രബോധനത്തിന് വേണ്ടി പോയിട്ടുണ്ടെന്ന് മാത്രമല്ല, മഹല്ല് കമ്മിറ്റിക്കാർ ഞങ്ങൾക്ക് ഖത്തീബിന്റെ പ്രസംഗത്തിന്റെ സമയം അതിനു വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടുണ്ട്. ഇത് വാഫിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആയതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമാണ് എന്ന രീതിയിൽ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങൾ അംഗീകരിക്കുന്ന സ്ഥാപനമാണ് എന്ന രീതിയിൽ അവരുടെ ആശീർവാദവും അനുഗ്രഹവും ഉപദേശ നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ സംവിധാനത്തിലേക്ക് മക്കളെ ചേർത്തിട്ടുള്ളത്. എനിക്ക് കൃത്യമായിട്ട് പറയാനറിയും. ആരുടെ മുമ്പിലും സധൈര്യം നമുക്ക് പറയാം, ഞാൻ ഈ സംവിധാനത്തിലേക്ക് എന്റേതായ നിലയിൽ നിന്നിട്ട് ഒരുപാട് ആളുകളെ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പ്രിയ ജ്യേഷ്ഠനും അതുപോലെ തന്നെ എന്റെ ഉസ്താദുമാരും ഈ സംവിധാനത്തിലേക്ക് ഒരുപാട് പിന്തുണകൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനമായിട്ടുണ്ട്. അവരൊക്കെ ഇത് ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപനമാണ് എന്ന രീതിയിലായിരുന്നു ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുള്ളത്. ഇനി ഒന്നുകൂടി നോക്ക് നിങ്ങൾ, ഈ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാസങ്ങളോളം കൃത്യമായ രീതിയിൽ പ്രബോധനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് മക്കളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൃത്യമായി, ഞാൻ പറയുന്നു, മാസങ്ങളോളം ഞങ്ങൾ നീണ്ട രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് പ്രചാരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഇത് ഉയർന്നു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരുപാട് മക്കൾ വന്നിട്ടുണ്ട്. എൻട്രൻസ് ചെയ്തിട്ട് ഇതിൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാത്തുനിന്ന മക്കളുണ്ട്. പെൻഡിംഗ് ലിസ്റ്റിൽ കിടന്ന മക്കളുണ്ട്. ഇതിൽ നിന്ന് ഒഴിവാക്കി വിട്ട മക്കളുണ്ടായിരുന്നു. ഈ രീതിയിലേക്ക് ഒരുപാട് ആളുകൾ എൻട്രൻസ് ചെയ്ത് ഇത് കേരളത്തിൽ പ്രചാരം സൃഷ്ടിച്ചു പോയിട്ടുള്ള, കേരളത്തിൽ അത്രമാത്രം പ്രശസ്തി ആർജിച്ചു പോയ ഒരു കോഴ്സായി മാറിയ സാഹചര്യത്തിൽ പിന്നീട് ഞങ്ങൾക്ക് അത്രമാത്രം പ്രചരണത്തിന് ഇറങ്ങേണ്ടി വന്നിട്ടില്ലായിരുന്നു. കാരണം കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാനറിയും, ഇത് കേരളക്കര കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രശസ്തി ആർജിച്ച ഒരു കോഴ്സായി മാറിയിരുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, നമ്മുടെ മാതൃസംഘടന, ഇതിന്റെ കൃത്യമായിട്ടുള്ള ഇതിന്റെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിന്റെ അംഗീകാരം പിൻവലിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ താൽക്കാലികമായ രീതിയിൽ അംഗീകാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് ആ സമയത്തുണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കൃത്യമായ രീതിയിൽ പ്രശസ്തി ആർജിച്ചു നിൽക്കുന്ന ഒരു സിലബസ് ആയിരുന്നു. ആരുടെ മുമ്പിലും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധത്തിൽ കേരളക്കര കൃത്യമായിട്ട് പരിചയപ്പെട്ടു പോയ ഒരു സിലബസായി പറന്നു നിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിന്റെ അംഗീകാരം താൽക്കാലികമായി പിൻവലിക്കപ്പെടുന്നത്. ആ സമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടായിട്ടില്ലേ? നമുക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. കൃത്യമായി നമ്മുടെ വാഫികളോടാ സൂചിപ്പിക്കുന്നത്. നമുക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടായത് നമുക്കറിയാമല്ലോ. ആയതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ സംവിധാനം ഉയർന്നിട്ടുണ്ടെങ്കിൽ, ഈ സംവിധാനം കേരളക്കരയിൽ പ്രശസ്തി ആർജിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സംവിധാനത്തിലേക്ക് മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ, ഈ സംവിധാനത്തിലേക്ക് മക്കളെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടെങ്കിൽ, ഈ സംവിധാനത്തെ കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതിനുള്ള സൗകര്യങ്ങൾ മുഴുവനും ഒരുക്കി തരാൻ നമ്മുടെ നാട്ടിലുള്ള ഉമറാക്കളും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതിന്റെ പിന്നിൽ സമസ്തയുണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പിന്നീട് സാധിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് സംഘടനയോട് ചേർന്ന് നിന്നപ്പോഴാണ് നമ്മൾ പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്, നമ്മൾ കരുത്താർജിച്ചിട്ടുള്ളത്. ആ നിലയിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, ആ നേതൃത്വത്തിന്റെ ആശയ ആദർശങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പഴയ രീതിയിലേക്ക് നമുക്ക് മടങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വ ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.